ചാർക്കറിൽ വന്ന് MRI ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് നട്ടലിൻ്റെ ആണ്. കൊച്ചിന് ആകെ കാണാൻ പറ്റിയിരുന്നത് നെഞ്ചിൻ്റെ ഈ ഭാഗം ഉള്ളിലേക്കും ഷോൾഡറിൻ്റെ ബാക്കിൽ പുറത്തേക്കും തള്ളുന്ന ഒരു പ്രൊജക്ഷൻ പോലെ മാത്രമായിരുന്നു. അപ്പം ഡോക്ടർ ഫസൽ സാറിനെ നമുക്കൊരു ഫ്രണ്ട് വഴി റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല ഈ അസുഖത്തെ പറ്റി. സാറ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാം വരച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചത് ഇന്നതാണ്, പ്രശ്നമൊന്നുമില്ല, മോളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സാറ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഈ കഴിഞ്ഞ 6-ാം തീയതി സാറ് ഞങ്ങളെ വിളിച്ച് അഡ്മിറ്റ് ചെയ്ത് സർജറിയുടെ എല്ലാം ക്ലിയർ ആക്കി ഒരു പേടിയും ഇല്ലാതെ ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ചു ഞങ്ങളുടെ കൊച്ചിനെ. സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് ഈ സർജറി നീണ്ടു പോകുന്നത് സാധാരണ. പക്ഷെ കൊച്ചിന് കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. ഒരു 70 ഡിഗ്രി വളവുണ്ട്, അത് 3 സ്ഥലത്തായിട്ടുള്ളത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അവിടെ ചെയ്യും. അത് ആ ടേബിളിന്റെ ഇതുപോലെ ഇരിക്കും. കറക്റ്റ് ആ നടുവിനുള്ള ബെൻഡാണ് മെയിനായിട്ട് നമുക്ക് തീർക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് സമയം കിട്ടണം ചെയ്യാന്ന് പറഞ്ഞ സാറ് 12 മണിക്കൂർ എടുത്ത് ഈ സർജറി കഴിഞ്ഞ് ഞങ്ങൾക്ക് കൊച്ചിന് തന്നെ. ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല. പ്രാർത്ഥന ഉണ്ടായിരുന്നു സാറിനും കൊച്ചിനും എല്ലാം നല്ല ഇതായിട്ട് തന്നെ. ടെൻഷൻ ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ സാർ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്ന് ആ സാറിനെ ഏൽപ്പിക്കുമ്പോൾ മെയിൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാർ ഇത് ഞങ്ങളോട് പറഞ്ഞത് 80% ശരിയാക്കാന്നുള്ളതായിരുന്നു. പക്ഷെ സാറ് ഞങ്ങൾക്ക് കൊച്ചിനെ തിരിച്ചു തന്നത് ഫുള്ളായിട്ട് 100% നേരെയാക്കിയിട്ട് ഞങ്ങളെല്ലാം സാറ് ചെയ്ത. ഈ സ്റ്റാർ കെയറിനും സാറിനും മെയിൻ പറയാൻ പറ്റുന്ന സാറാണ് ബിജു സാറ്. കാരണം ബിജു സാറാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടല്ല ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി സഹായങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ റൂം അടക്കം എല്ലാം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സുമാരാണെങ്കിലും മോക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, കൃഷ്ണേന്ദു എന്ന് പറഞ്ഞിട്ട്. ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഞങ്ങള് ആളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ആള് പോണ സമയത്ത് വരെ മോള് കരഞ്ഞ് എനിക്ക് കൃഷ്ണേന്ദു ആൻറ്റി മതി ഇഞ്ചക്ഷൻ വെക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ആള് യൂണിഫോം പോലും ഇല്ലാതെ വന്ന് ആളെ ഇഞ്ചക്ഷൻ എടുത്തിട്ടൊക്കെ പോയതാണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ആരുടെയൊക്കെ പേര് എങ്ങനെ പറയണമെന്നറിയില്ല. ശ്രീത് സാറ്, ബിജു സാറ്, ഫൈസൽ സാറ്, എല്ലാവരോടും നന്ദി എങ്ങനെയാ പറയണ്ടേന്നുള്ള അറിയാൻ പാടില്ല.